യുകെയിൽ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക, സാലറി ത്രെഷോൾഡ് മീറ്റ് ചെയ്യുക. ഇനി ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ തന്നെ പിന്നീട് ILR എന്ന് പറഞ്ഞത് ഒരു വിദൂര സ്വപ്നമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പലരും ഇവിടെ FLRലും ഫീ വേവറിലും ഇനി പൈസ കൊടുത്തിട്ട് വിസ എടുക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയൊക്കെ നെഗറ്റീവ്സ് ഉള്ള സ്ഥലമാണെങ്കിൽ എന്തിനാണ് ഇത്രയും അധികം പേര് ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും ഒരുപാട് സ്റ്റുഡൻറ്റ് വിസയിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ശരിക്കും ഇത് ഒരു പോസിറ്റിവിറ്റി മാത്രമുള്ളൊരു കൺട്രിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എല്ലാ കൺട്രിക്കും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഒരുപക്ഷേ നമ്മൾ വലിയൊരു എമൗണ്ട് ലോൺ എടുത്തിട്ട് വരുന്നത് കൊണ്ട് നമുക്കത് അടച്ചു തീർക്കാനുള്ളൊരു വ്യഗ്രത ഉള്ളത് കൊണ്ടും ആയിരിക്കാം നമ്മൾ കാണുന്നതെല്ലാം നെഗറ്റീവായിട്ട് പറയുന്നുണ്ടാവുക. പക്ഷേ ഈ കൺട്രിക്ക് അതിൻ്റേതായൊരു ബ്യൂട്ടി ഉണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയും റൂൾസ് സ്ട്രിക്റ്റ് ആക്കാനായിട്ട് നമ്മൾ തന്നെയാണ് റീസൺസ്. നമ്മൾ ഇമിഗ്രൻസ് തന്നെയാണ് റീസൺസ്. അതിപ്പോൾ ലീഗലായിട്ട് കുറേ പേര് വരുന്നുണ്ടാവും, കുറച്ചധികം പേര് ഇല്ലീഗലായിട്ട് വരുന്നുണ്ടാവും. അവരെ സംബന്ധിച്ച് ഈ 2 കാറ്റഗറിയും ഇമിഗ്രൻസ് തന്നെയാണല്ലോ. അപ്പോൾ അവർ റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയെന്നിരിക്കും. പിന്നെ ഒരു കൺട്രിയിലേക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്ന് ആ കൺട്രി ആഗ്രഹിക്കുന്നത് അവർ ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതൊരു കുറ്റമായിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഇതിനർത്ഥം നെഗറ്റീവ്സ് പറയരുതെന്നല്ല. നെഗറ്റീവ്സ് പറയുന്നത് പോലെ തന്നെ അതേ ശക്തിയിൽ തന്നെ പോസിറ്റീവ്സ് പറയാനുള്ളൊരു മനസ്സും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. എനിവേ എനിക്കും എനിക്ക് ചുറ്റുമുള്ള കുറച്ചധികം പേർക്കും ഈ ഒരു കൺട്രി ഒരുപാട് പോസിറ്റീവ് മെമ്മറി ഉള്ള സ്ഥലമാണ്. ലൈഫ് ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട്